പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച കേസിൽ നെയ്യാറ്റിൻകര അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരി കസ്റ്റഡിയിലായി. വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചെന്ന് ജീവനക്കാരി തന്നെ സമ്മതിച്ചു. നെയ്യാറ്റിൻകര അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിക്കെതിരെ ആൾമാറാട്ടത്തിനും വ്യാജരേഖ ചമയ്ക്കലിനും കേസെടുത്തിരുന്നു. AK സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നീറ്റ് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് അക്ഷയ സെന്ററിലെ ജീവനക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. അത് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഈ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പരീക്ഷാ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ആ കുട്ടി നിരന്തരം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആദ്യം 1800 രൂപ ഈ പരീക്ഷ രജിസ്ട്രേഷന് വേണ്ടി നൽകി. പക്ഷേ പരീക്ഷയ്ക്ക് ഈ അക്ഷയ സെന്ററിലെ ജീവനക്കാരി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ തുടക്കം. അതിനുശേഷം ഈ നിരന്തരം ഈ കുട്ടിയും മാതാവും ഇവിടെ എത്തി ഹോൾ ടിക്കറ്റ് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെയാണ് വ്യാജമായി ഹോൾ ടിക്കറ്റ് നിർമ്മിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഈ അക്ഷയ സെന്ററിൽ ജീവനക്കാരിയായിട്ടുള്ള ഗ്രീഷ്മ എത്തുന്നത്. അതിനുശേഷം ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്ത മറ്റൊരു കുട്ടിയുടെ ഹാൾ ടിക്കറ്റിൽ തിരിമറി കാണിച്ച് ഈ കുട്ടിയുടെ പേര് വെച്ചിട്ടാണ് ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയത്. ഒപ്പം തന്നെ ഈ പത്തനംതിട്ടയിലെ പരീക്ഷാ സെന്റർ കണ്ടുപിടിച്ചത് ഗൂഗിളിൽ നോക്കിയിട്ടാണ്. അതിനുശേഷം പത്തനംതിട്ടയിലായതിനാൽ ഈ കുട്ടി പരീക്ഷ എഴുതാൻ പോകില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു ഈ അക്ഷയ സെന്റർ ജീവനക്കാരി ഉള്ളത്. അതുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ അവിടെ പരീക്ഷയ്ക്ക് ഈ കുട്ടി എത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തറിഞ്ഞതും പ്രശ്നമായതും. ഏതായാലും വലിയ നിയമക്കുരുക്കിലേക്കാണ് ഈ അക്ഷയ സെന്ററിലെ ജീവനക്കാരിയായിട്ടുള്ള ഗ്രീഷ്മ എത്തി നിൽക്കുന്നത്. നെല്ലൈ മുരുകനൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്നും AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.